ഇന്ത്യയിലെ മുൻനിര സുരക്ഷാ കേന്ദ്രീകൃത കാർ നിർമ്മാതാക്കളായ ടാറ്റ മോട്ടോഴ്സ് അടുത്തിടെയായി പ്രീമിയം കാറുകളിലാണ് ശ്രദ്ധ കേന്ദ്രീകരിച്ചു വരുന്നത്. 2025-ൽ എൻട്രി ലെവൽ സെഗ്മെന്റുകളിൽ തങ്ങളുടെ സ്ഥാനം ഉറപ്പിക്കാൻ വേണ്ടി കമ്പനി ബജറ്റ് കാറുകൾ പുതുക്കാനുള്ള സാധ്യതയാണ് കാണുന്നത്. ഈ വർഷം 6 മുതൽ 11 ലക്ഷം രൂപ എക്സ്-ഷോറൂം വിലയുള്ള 3 പുതിയ കാറുകൾ കമ്പനി അവതരിപ്പിക്കുമെന്നാണ് പ്രതീക്ഷിക്കുന്നത്. പുതിയ ടാറ്റ പഞ്ച്. ഇന്ത്യയിൽ ഏറ്റവും അധികം വിറ്റഴിക്കപ്പെടുന്ന കാറുകളിൽ ഒന്നാണ് ടാറ്റ പഞ്ച്. ടാറ്റ പഞ്ച് ഈ വർഷം മുഖം മിനുക്കിയേക്കും. ടാറ്റ പഞ്ച് ഇവിയിൽ നിന്ന് കടമെടുത്ത ചില ഫീച്ചറുകളുടെ മൈക്രോ എസ്യുവിക്ക് പുതുക്കിയ ഡിസൈനും ലഭിക്കും. അപ്ഡേറ്റ് ചെയ്ത മോഡലിൽ വെൽക്കം ആനിമേഷനോട് കൂടിയ എഡ്ജിയർ LED DRLകളും കൂടുതൽ തീവ്രവും സങ്കീർണവുമായ രൂപത്തിനു വേണ്ടി ലംബമായി സ്ഥാപിച്ചിരിക്കുന്ന LED പ്രൊജക്ടർ ഹെഡ്ലാമ്പുകളും ഫീച്ചർ ചെയ്തേക്കാം. റീസ്റ്റൈൽ ചെയ്ത അപ്പർ ഗ്രില്ലും പുതിയ പാറ്റേണോട് കൂടിയ പരിഷ്കരിച്ച ലോവർ ഗ്രില്ലും കാറിന് കിടിലൻ ലുക്കാണ് നൽകുക. ഇന്റീരിയറിൽ ഡാഷ്ബോർഡ്, കളർ സ്കീം, അപ്ഹോൾസ്റ്ററി, ട്രിം എന്നിവ പുതിയ ലുക്കിൽ എത്തുമെന്നാണ് പ്രതീക്ഷിക്കുന്നത്. വയർലെസ് ആപ്പിൾ കാർപ്ലേയും വയർലെസ് ആൻഡ്രോയിഡ് ഓട്ടോ കോമ്പാറ്റിബിലിറ്റിയും ഉൾക്കൊള്ളുന്ന 10.25 ഇഞ്ച് ടച്ച് സ്ക്രീൻ ഇൻഫോർടൈൻമെന്റ് സിസ്റ്റം അവതരിപ്പിക്കുന്നതിലൂടെ ടാറ്റ മോട്ടോഴ്സ് ഉപഭോക്താക്കൾക്ക് പഞ്ചിനെ കൂടുതൽ ആകർഷകമാക്കും. മോഡലിൽ മെക്കാനിക്കൽ മാറ്റങ്ങളൊന്നും പ്രതീക്ഷിക്കുന്നില്ല. അതിനാൽ 1.2 ലിറ്റർ പെട്രോൾ CNG എഞ്ചിനും 5 സ്പീഡ് മാനുവൽ, ഓട്ടോമേറ്റഡ് മാനുവൽ ട്രാൻസ്മിഷൻ ഓപ്ഷനുകളും തുടരേണ്ടി വരും. പുതിയ ടാറ്റ ടിയാഗോ. ഏതാനും വർഷങ്ങൾ കൂടി വിപണിയിൽ പുതുമ നിലനിർത്താൻ ടാറ്റ ടിയാഗോയ്ക്ക് അടുത്ത വർഷം അതിന്റെ രണ്ടാമത്തെ ഫേസ് ലിഫ്റ്റ് ലഭിച്ചേക്കും. ടാറ്റ മോട്ടോഴ്സ് ചെലവ് നിയന്ത്രിക്കുന്നതിനാൽ ഷീറ്റ് മെറ്റൽ മാറ്റങ്ങളൊന്നും തന്നെ പുറത്തിറക്കിയേക്കില്ല. പുറമെ പുതിയ ബമ്പറുകൾ, ട്വീക്ക് ചെയ്ത ഹെഡ്ലൈറ്റുകൾ, ടെയിൽ ലൈറ്റുകൾ, പുതിയ അലോയ് വീലുകൾ എന്നിവയാണ് പ്രതീക്ഷിക്കുന്നത്. അകത്തുള്ള അപ്ഡേറ്റുകളിൽ USB Type-C പോർട്ടുകൾ, നിലവിലെ മോഡലിന്റെ 7 ഇഞ്ച് യൂണിറ്റിനേക്കാൾ വലിയ പുതിയ ടച്ച് സ്ക്രീൻ ഇൻഫോർടൈൻമെന്റ് സിസ്റ്റം, ഒരു പുതിയ കളർ സ്കീം എന്നിവ ഉൾപ്പെട്ടേക്കാം. നിലവിലെ മോഡലിന്റെ അതേ 1.2 ലിറ്റർ പെട്രോൾ CNG എഞ്ചിനുകളും 5 സ്പീഡ് മാനുവൽ, ഓട്ടോമേറ്റഡ് മാനുവൽ ട്രാൻസ്മിഷനുകളും കമ്പനി വാഗ്ദാനം ചെയ്യും. അടുത്തത് പുതിയ ടാറ്റ ടിഗോർ ആണ്. സമഗ്രമായ അപ്ഡേറ്റുകളോടെ രണ്ടാമത്തെ പുതുക്കൽ ടാറ്റ ടിഗോറിന് ലഭിച്ചേക്കും. പുതുക്കിയ സെഡാന്റെ പുറംഭാഗം പുതിയ ടാറ്റ ടിയാഗോയ്ക്ക് സമാനമായിരിക്കാനാണ് സാധ്യത. ഇതിൽ പുനർരൂപകൽപ്പന ചെയ്ത ബമ്പറുകൾ, പുതുക്കിയ ഹെഡ്ലൈറ്റുകളും ടെയിൽ ലൈറ്റുകളും പുതിയ അലോയ് വീലുകളും ഉൾപ്പെടുന്നു. അതുപോലെ ഇന്റീരിയറിൽ വലിയ ടച്ച് സ്ക്രീൻ ഇൻഫോർടൈൻമെന്റ് സിസ്റ്റം, USB Type-C പോർട്ടുകൾ, ഒരു പുതിയ കളർ സ്കീം എന്നിവ ഉൾപ്പെട്ടേക്കാം. നിലവിലുള്ള ഹാഷ്ബാക്കിൽ നിന്ന് 1.2 ലിറ്റർ പെട്രോൾ CNG എഞ്ചിനുകളും 5 സ്പീഡ് മാനുവൽ, ഓട്ടോമേറ്റഡ് മാനുവൽ ട്രാൻസ്മിഷനുകളും മാറ്റങ്ങളൊന്നും കൂടാതെ ടാറ്റ മോട്ടോഴ്സ് വഹിക്കും.